الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്ത് അശ്ശർഹ് ആണ് നമുക്കിനി പഠിക്കാനുള്ള സൂറത്ത്. ജുസ് അമ്മയിലെ അവസാനത്തെ ഭാഗത്താണ് നമ്മൾ ഉള്ളത്. ഈ സൂറത്ത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള സൂറത്തുൽ ദുഹയുടെ ഒരു തുടർച്ചയാണ്. സൂറത്തുൽ ദുഹ നമ്മൾ പറഞ്ഞിരുന്നു, അതിൻ്റെ മഖ്സിദ്, അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറപ്പിച്ചു നിർത്തുന്ന സൂറത്താണ്. വഹി കുറച്ച് ദിവസം നിലച്ചതിൽ വിഷമിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ്. അങ്ങനെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ആ സൂറത്തിൽ എടുത്തു പറഞ്ഞു. ഇങ്ങനെയൊക്കെ അനുഗ്രഹിച്ചിട്ടുള്ളവനാണ് അല്ലാഹു തആല, സംരക്ഷിച്ചിട്ടുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും അവിടത്തേക്ക് വേണ്ട സംരക്ഷകരെ ഒരുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവനാണ് അല്ലാഹു തആല. ഹിദായത്ത് നൽകി, വഹി നൽകി, അതുപോലെ തന്നെ ദാരിദ്ര്യം മാറ്റി സമ്പത്ത് നൽകി. ഇങ്ങനെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനനം മുതൽ ഓരോ ഘട്ടത്തിലും കൈവിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. യതീമായിരുന്നു, അതിനുശേഷം അല്ലാഹു തആല അഭയം നൽകി. അതുകൊണ്ട് യതീമിനെ സംരക്ഷിക്കണം, യതീമുകളെ പ്രയാസപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറരുത്. അതുപോലെ ചോദിച്ചു വരുന്നവർക്ക് അവരെ ആട്ടി അകറ്റരുത്. കാരണം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദാരിദ്ര്യം നീക്കി സമ്പത്ത് നൽകിയതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിച്ചത്. ഇതിൻ്റെ തുടർച്ചയാണ് അടുത്ത സൂറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള മറ്റ് ചില അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അടുത്ത സൂറത്തിൽ പറയുന്നത്. അപ്പോൾ ഈ സൂറത്തിൻ്റെയും ലക്ഷ്യം അതുതന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയും ഉറപ്പിച്ച് നിർത്തുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സൂറത്താണ്. ഒരു ഹദീസിൽ കാണാം ഈ രണ്ട് സൂറത്തുകൾ തമ്മിലുള്ള ബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പല ഇമാമികളും ഉദ്ധരിച്ചിട്ടുള്ള ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ സഹിഹാക്കിയിട്ടുള്ള ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിനോട് ഒരു കാര്യം ചോദിച്ചു, അത് ഞാൻ ചോദിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്താണ് ചോദിച്ചത്? അല്ലാഹു തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുവേ, നീ മുമ്പുള്ള ചില നബിമാർക്ക് വലിയ വലിയ അത്ഭുതങ്ങൾ നൽകിയിട്ടുണ്ട്. മരിച്ചവർക്ക് ജീവൻ നൽകാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാറ്റിനെ കീഴടക്കി കൊടുത്തിട്ടുണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്. അതുപോലെ തന്നെ രോഗം മാറ്റുന്ന കഴിവ് കൊടുത്തിട്ടുണ്ട് ഈസാ അലൈഹി ഇസ്ലാമിന്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് നീ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതുപോലെ എനിക്കും അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ വേണം എന്ന് പറഞ്ഞ് ഈ ആശയത്തിലുള്ള ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അലം അജിദ്ക യതീമൻ ഫആവ, അലം അജിദ്ക യതീമൻ ഫആവൈതുക വവജദ്തുക ضالًا ഫഹദൈതുക വവജദ്തുക ആയിലൻ ഫഅഗ്നൈതുക അലം നശ്റഹ് സദ്റക അലം അശ്റഹ് സദ്റക വവദഅതു അൻക വിസ്റക എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് സൂറത്തിലും അല്ലാഹു തആല എടുത്ത് പറഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അത് ചോദിക്കേണ്ടിയില്ലായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി എന്ന്. അപ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കളും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്, ഒരു തുടർച്ച പോലെയാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കി, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ ഈ ഹദീസിൽ മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ദീനിയായിട്ടുള്ള നിഅമത്തുകളെ കുറിച്ചാണ് ഈ രണ്ട് സുഹൃത്തുക്കളും പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ദുന്യവിയായിട്ടുള്ള നിഅമത്തുകളായിരുന്നു. ഇപ്പോൾ കാറ്റിനെ കീഴടക്കി കൊടുക്കുക, അതുപോലെ തന്നെ പിന്നെ രോഗം മാറ്റുക, ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. അപ്പോൾ അതിനേക്കാൾ വലുതാണ് അള്ളാഹുവിൻ്റെ ദീനിയായ നിഅമത്തുകൾ. ഹിദായത്ത് നൽകുക, അതുപോലെ തന്നെ ശർഹു സദർ, ഹൃദയത്തിന് വിശാലത നൽകുക. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൽ നമ്മൾ വിശദീകരിക്കും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾക്ക് തുല്യമാണ്, ഏറ്റവും കുറഞ്ഞത് തുല്യമാണ് എന്നെങ്കിലും അതിൽ കൂടുതലല്ലെങ്കിലും ഈ ഭൗതികമായ അത്ഭുതങ്ങളെക്കാൾ കൂടുതലോ അല്ലെങ്കിൽ തുല്യമോ ആണ് എന്ന് മനസ്സിലാക്കാം ഈ പറഞ്ഞ ഹദീസിൽ നിന്ന്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അതുപോലെയുള്ള പല ഇമാമികളും പറഞ്ഞത്, അഅ്ളമു കറാമ ദവാമുൽ ഇസ്തിഖാമ, ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഷർഹിൻ്റെ ആയത്തുകൾ ഓരോന്നായി നമുക്ക് നോക്കാം. ഇത് മക്കിയായ സൂറത്താണ്, മക്കയിൽ അവതരിച്ചതാണ്. അല്ലാഹു തആല പറയുന്നു, അലം നശ്റഹ് ലക സദ്റക, താങ്കൾക്ക് താങ്കളുടെ
ഹൃദയത്തിന് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. പക്ഷേ വാക്ക് സൂക്ഷ്മമായി പരിഗണിച്ചാൽ സ്വദർ എന്ന് പറഞ്ഞാൽ നെഞ്ചാണ്. നെഞ്ചിന് വിശാലത നൽകിയില്ലേ, ഉദ്ദേശിക്കുന്നത് ഹൃദയം തന്നെയാണ്. നെഞ്ചിനുള്ളിലാണ് ഹൃദയമുള്ളത്. വലാകിൻ തഅമൽ ഖുലൂബ് അല്ലത്തി ഫി സുദൂർ. അപ്പോൾ ഹൃദയത്തിന് വിശാലത നൽകിയില്ലേ എന്താണ് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ഹൃദയ വിശാലത നൽകി എന്നതിന് രണ്ട് അർത്ഥമുണ്ട്. രണ്ടും ശരിയാണ്, രണ്ടും അല്ലാഹു നൽകിയതാണ്, ചെയ്തതാണ്. ഒന്ന് ഹെസ്സിയായി, ബാഹ്യമായി തന്നെ, അഥവാ ഹൃദയം എന്ന് പറയുന്ന ഈ അവയവത്തിന് തന്നെ അല്ലാഹു തആല ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്താണ്? ഷഖ്ഖു സദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തി ശുദ്ധീകരിച്ചിട്ടുണ്ട്. ഹദീസുകൾ കാണാം. പല അഭിപ്രായങ്ങളുണ്ട് ചരിത്രകാരന്മാർക്ക്. അത് സംഭവിച്ചത് 1 പ്രാവശ്യമാണ്, 2 പ്രാവശ്യമാണ്, 3 പ്രാവശ്യമാണ്, 4 പ്രാവശ്യമാണ്. 4 അഭിപ്രായങ്ങൾ കാണാം. ഏതൊക്കെയാണ് ഈ 4 സന്ദർഭങ്ങൾ? ഒന്ന്, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ 2 തവണ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു അഭിപ്രായമുണ്ട്. 3-ാമത്തെ സന്ദർഭം വഹീൻ്റെ അടുപ്പിച്ച്, വഹി കിട്ടുന്നതിന് മുമ്പായിട്ട്. 4-ാമത്തേത് മിഅ്റാജിൻ്റെ സന്ദർഭത്തിൽ. ഇതിൽ സ്വഹീഹായിട്ടുള്ളത് 2 സന്ദർഭത്തിൽ എന്നുള്ളതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. എന്താണ് ആ 2 സന്ദർഭങ്ങൾ? ഒന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ 4-ാം വയസ്സിൽ, 2-ാമത്തേത് മിഅ്റാജിൻ്റെ തൊട്ട് മുമ്പുള്ളത് 52-ാമത്തെ വയസ്സിൽ. അപ്പോൾ ഈ 2 സന്ദർഭങ്ങളാണ് സ്വഹീഹായിട്ടുള്ളത്. രണ്ടും ബുഖാരി മുസ്ലിമിലുള്ളതാണ്. 1-ാമത്തേത് അഥവാ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നെഞ്ച് പിളർത്തിയ സംഭവം സ്വഹീഹ് മുസ്ലിമിൽ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹ അവരുടെ ഗ്രാമത്തിൽ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നബിക്ക് മുല കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയ സ്ത്രീയാണ്. അവിടെ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു. 4 വയസ്സായ കുട്ടിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർത്തി. അങ്ങനെ നെഞ്ചിൽ നിന്ന് ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്ന് ഒരു അലക്ക, ഒരു ചെറിയ ഇറച്ചി കഷ്ണം എടുത്തു കളഞ്ഞു. എന്നിട്ട് ഹാദ ഹദ്ദു ശൈത്താനി മിൻക്, ഇത് ശൈത്താൻ്റെ ഓഹരിയാണ് എന്ന് പറഞ്ഞു. അഥവാ തിന്മ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുന്ന ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ്, അതിനുശേഷം സ്വർണം കൊണ്ടുള്ള ഒരു തളികയിൽ കൊണ്ടുവന്ന സംസം വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശുദ്ധീകരിച്ച് അത് തുന്നിക്കൂട്ടി. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം വകുന്തു അറ അസറൽ മഖീത്തി ഫി സദ്രിഹി, ആ തുന്നിയ അടയാളം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ നെഞ്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അങ്ങനെ ഇത് കണ്ടപ്പോൾ കുട്ടികൾ പേടിച്ചിട്ട് ഹലീമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മാത്ത മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ നെഞ്ച് പിളർന്ന് ഹൃദയം പുറത്തെടുക്കുന്നത് അവർ കണ്ടു. അത് കണ്ട് അവർ പേടിച്ച് പരാതി പറഞ്ഞതായിട്ടൊക്കെ ഈ സംഭവത്തിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹു ആണ് അത് ഉദ്ധരിക്കുന്നത്. സ്വഹീഹ് മുസ്ലിമിലുള്ളതാണ്. 2-ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന് പോകുന്നതിന് തൊട്ട് മുമ്പ് മക്കയിൽ വെച്ച് രാത്രി ഇതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും ഹൃദയം പിളർത്തിയതായി ഇതേ സഹാബി തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരു സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട്, അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. അത് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതാണ്. കൂടുതൽ സഹീഹാണ്. അപ്പോൾ ഈ 2 സംഭവങ്ങളും സഹീഹാണ്. ആ സംഭവത്തിൽ, 2-ാമത്തെ സംഭവത്തിൽ ഒരു കാര്യം കൂടി കൂടുതലായിട്ട് പറഞ്ഞത് കാണാം. എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം ഹൃദയം പിളർത്തിയതിന് ശേഷം ഇതുപോലെ സ്വർണ്ണത്തളികയിൽ കൊണ്ടുവന്ന സംസം വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്നു. അതോടൊപ്പം വമലഅഹു ഈമാനൻ വഹിക്മത്തൻ, ഈമാനും ഹെക്മത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിറച്ചു എന്നും ആ ഹദീസിൽ കാണാം. അപ്പോൾ ഈ 2 സന്ദർഭങ്ങൾ സ്വഹീഹായിട്ടുള്ളതാണ്. ഇതാണ് 1-ാമത്തെ ഹൃദയം വിശാലമാക്കൽ. എന്താണ്? ഈമാനും ഹെക്മത്തും നിറച്ചു, പാപങ്ങൾക്കുള്ള ആ ഭാഗം എടുത്തു കളയുകയും ചെയ്തു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസിയത്തും ചെയ്യാത്ത അവസ്ഥയിൽ വളർന്നു വന്നത്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹൃത്തായിരുന്ന ഒരു സഹാബി, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കളിച്ചു വളർന്നിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് വരും പിന്നീട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കും. അതായത് പണ്ട് നമ്മൾ ഒരുമിച്ച് നടന്നിരുന്നത് ഓർമ്മയുണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വെച്ചാൽ നബിയാണെന്നറിയാം, പക്ഷേ ഞാൻ ആ പഴയ ആളാണ് എന്ന കാര്യം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, വകുന്ത ലാ തുമാരി വലാ തുദാരി, നീ ആരുമായി തർക്കിക്കാറുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ജാടയുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നത് കാണാം. ഇപ്പോൾ ജാഹിലിയത്തിൽ പോലും ഒരു തെറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, മാസിയത്തുകൾ, കബീറത്തുകൾ. അതുപോലെ തന്നെ പല സംഭവങ്ങളും കാണാം ജാഹിലിയത്തിൽ. ചില തെറ്റുകളുടെ അടുത്ത് വരെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രക്ഷപ്പെടുന്നതായിട്ടൊക്കെ സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഒരിക്കലൊരു വിവാഹ സദസ്സിലേക്ക്, അവിടെ പാട്ടും കൂത്തൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി, വഴിയിൽ ഉറങ്ങിപ്പോയി അവിടെ എത്തുന്നതിന് മുമ്പായി. അപ്പോൾ അങ്ങനെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശുദ്ധീകരിച്ചിട്ടാണ് ചെറുപ്പം മുതലേ വളർത്തിയിട്ടുള്ളത്. പിന്നെ വീണ്ടും അതിന് പുറമെ വഹി
സ്വീകരിച്ച് അതുപോലെ തന്നെ അള്ളാഹുമായുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് വീണ്ടും അള്ളാഹു ശുദ്ധീകരിച്ചു ഈ രണ്ടാമത്തെ സംഭവത്തിലൂടെ. ഇതാണ് ഹൃദയം വിശാലമാക്കി എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. അഥവാ നേർക്ക് നേരെ തന്നെ ബാഹ്യമായ അർത്ഥത്തിൽ തന്നെ അവിടുത്തെ ഹൃദയം അള്ളാഹു തആല ശുദ്ധീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അർത്ഥം മാനവിയായ ആന്തരികമായ ഒരു ശുദ്ധീകരണം, ഒരു വിശാലമാക്കൽ അള്ളാഹു തആല നൽകിയിട്ടുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താണ്? ഹൃദയ വിശാലത എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ആ സംഗതി ഏറ്റവും കൂടുതലുള്ള ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് യഥാർത്ഥത്തിൽ ഹൃദയ വിശാലത എന്ന് പറഞ്ഞാൽ? നമ്മളങ്ങനെ വാക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് കുറച്ച് ക്ഷമയുള്ള ആളുകളെക്കുറിച്ചൊക്കെയാണ് ഹൃദയ വിശാലത എന്ന് പറയാറുള്ളത്. അത് ശരിയാണ്. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി വിശാലമാണ് യഥാർത്ഥത്തിലുള്ള ഹൃദയ വിശാലത എന്ന് പറയുന്നത്. എന്താണ്? അള്ളാഹുവിൻ്റെ ശറഇനെയും ഖദറിനെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള ഇൻഷിറാഹു സദർ, ഹൃദയത്തിൻ്റെ വിശാലത എന്ന് പറയുന്നത്. എന്താണ് ശറഉം ഖദറും എന്ന് പറഞ്ഞാൽ? ശറഅ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിയായ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ, അത് ഉൾക്കൊള്ളാനുള്ള വലിപ്പം നമ്മുടെ മനസ്സിന് വേണം. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പല ദീനീ കൽപ്പനകളും സ്വീകരിക്കാൻ മടി. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഞെരുക്കം. അത് ചെയ്യാനുള്ള മടിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദീനിൽ അങ്ങനെ ഒരു നിയമമുണ്ട് എന്നത് ഉൾക്കൊള്ളാൻ പ്രയാസം നമ്മുടെ ഹൃദയത്തിന്. അത് ബാഹ്യമായി പ്രവർത്തിക്കാൻ ചിലപ്പോൾ നമുക്ക് പല തടസ്സങ്ങളും ഉണ്ടാകും. അതൊന്നും ന്യായമല്ലെങ്കിലും നമ്മുടെ പല കാര്യങ്ങളും നമ്മതിൽ നിന്ന് തടഞ്ഞേക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമുക്ക് താടി വെക്കുക. ഞാൻ ഇസ്ലാമിൻ്റെ ഒരു നെടുന്തൂണായ കാര്യമല്ല താടി എന്ന് പറയുന്നത്. ഇസ്ലാം കാര്യത്തിൽ ഈമാൻ കാര്യത്തിൽ പെട്ടൊന്നുമല്ല. പക്ഷെ ചെയ്യാൻ എളുപ്പമുള്ളതാണ് എന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ താടി എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ താടി വെക്കുക എന്ന് പറയുന്നൊരു ഹദീസ് കാണുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അത് ചെയ്യാൻ പലരെയും പേടിച്ചിട്ട് മടിച്ചിട്ട് അല്ലെങ്കിൽ ജോലി, ഇങ്ങനെ പല ന്യായങ്ങളും ആളുകൾ പറയും. അത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു വിഷയം. അതിനു മുമ്പ് ആദ്യം ഈ കാര്യം ഉൾക്കൊള്ളണം. അഥവാ ഹാലിഫുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കെതിരായിക്കൊണ്ട് നിങ്ങൾ താടി വെക്കുക എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മുശ്രിക്കീങ്ങൾക്കെതിരാവാൻ അതെന്തിനാണ്? എല്ലാവരും മനുഷ്യരല്ലേ? അല്ലെങ്കിൽ ഭംഗി അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലേ? ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ എന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ നിയമത്തെ അള്ളാഹു തആല പഠിപ്പിച്ചൊരു കാര്യത്തിനോട് നേരെ എതിർക്കുക. ഇതാണ് ഹൃദയവിശാലത ഇല്ല എന്ന് പറയുന്നത്. മടി കൊണ്ട് അത് ചെയ്യാത്ത ആളുകൾ, അവരുടെ കാര്യം മറ്റൊരു വിഷയമാണ്. അതും തെറ്റാണ്. അള്ളാഹിൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടതാണ്. പക്ഷേ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ദീനിൻ്റെ കൽപ്പനകൾ കേൾക്കുമ്പോൾ തന്നെ അതിനോട് ആ കൽപ്പന നമ്മുടെ മനസ്സിലേക്ക് കിടക്കുന്നില്ല, അതിനുള്ള സ്പേസ് നമ്മുടെ മനസ്സിലില്ല. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ ഹിജാബിനെ കുറിച്ച് പറഞ്ഞാൽ നേരെ മറുപടി എന്തായിരിക്കും? എത്ര ആളുകളുണ്ട് ഹിജാബ് ഇട്ടിട്ട് തോന്നിവാസം ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളെ കാണാം. ഈമാൻ മനസ്സിലല്ലേ? അവരത് ഹിജാബ് ധരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അതിന് മുമ്പ് അള്ളാഹുവിൻ്റെ നിയമം നമ്മുടെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളണം, അംഗീകരിക്കണം. അതിന് മുമ്പിൽ നമ്മൾ സ്വയം കീഴടങ്ങണം. അതാണ് യഥാർത്ഥ ഹൃദയവിശാലത എന്ന് പറയുന്നത്. അതുപോലെ അള്ളാഹുവിൻ്റെ ഖദർ, അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ വിധിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടല്ല. അള്ളാഹു ഹക്കീമാണ്, അലീമാണ്. അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെയും ഹിക്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹു വിധിക്കും. അതെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. നമ്മെക്കാൾ വലിയ മഹാന്മാരുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മക്കൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മരിച്ചുപോയി. മക്കളെല്ലാം മരിച്ചുപോയി. ഒരു കുട്ടി മാത്രമാണ് ബാക്കിയായത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ബാക്കിയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്ത് സംഭവിക്കണം. അതിൻ്റെ ആത്യന്തികമായ ഫലം ഒരു മുഅ്മിന് അനുകൂലമായിരിക്കും. എന്ത് വിഷമമുള്ള സംഭവമാണെങ്കിലും അതുകൊണ്ട് ഗുണമേ ഉണ്ടാവുകയുള്ളൂ. അജബൻ ലി അംരിൽ മുഅ്മിൻ എന്നുള്ള ഹദീസ് നമുക്കറിയാം. അപ്പോൾ ഈ ഹദീസിൽ വിശ്വസിച്ചുകൊണ്ട്, അതുപോലെ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള ആയത്തുകൾ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി ഒരു മുഅ്മിന് ഖൈറായിരിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക. അതാണ് അള്ളാഹുവിൻ്റെ ഖദറിനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഉൾക്കൊള്ളാൻ നമ്മുടെ ഹൃദയത്തിന് സാധിക്കുക എന്നുള്ളതാണ് ഇൻഷിറാഹു സദർ. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആളാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ, അള്ളാഹു തആല ഓരോ കൽപ്പനകൾ നൽകുമ്പോഴും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത്? ഇപ്പോൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ധാരാളം കൽപ്പനകളുണ്ട്. നമസ്കാരം നിലനിർത്താനൊക്കെ ഉള്ള കൽപ്പനകൾ ധാരാളമുണ്ട്. ആ കൽപ്പനകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഉൾക്കൊണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെ, ഫർദ് നമസ്കാരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിട്ടാണ് നമസ്കരിക്കുന്നത്. രോഗിയായപ്പോഴോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കാൻ തുടങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരെ തോളിൽ കൈവച്ചുകൊണ്ട് വന്ന് സഫിൽ നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം തുടരാൻ വേണ്ടി കൽപ്പിച്ചു. അതുപോലെ സുന്നത്തായ നമസ്കാരങ്ങൾ, ഹത്താ തതഫത്തറ ഖദമാഹു, രാത്രി നമസ്കരിച്ചിട്ട് കാല് വിണ്ട് കീറിപ്പോയി. അതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്
നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. നമസ്കരിച്ചിട്ട് കാല് മുറിവ് വരിക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത്രയും ഇബാദത്ത് ചെയ്തു. അതുപോലെ തന്നെ സ്വതക്ക, അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക ചെയ്തിരുന്നത് കണ്ടിട്ട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുമായിരുന്നു. മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്നത് കണ്ടിട്ട് ഫഇന്നഹു യുൻഫിഖു നഫഖത മൻ ലാ യഖ്ശൽ ഫഖർ, ദാരിദ്ര്യം പേടിക്കാത്ത ഒരാൾ ചെയ്യുന്ന സ്വതക്കയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിച്ച സംഭവങ്ങൾ കാണാം. ഒരാൾക്ക് 200 ഒട്ടകം കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കിടക്കുന്നതോ ഈ ഈത്തപ്പനയുടെ ഓല കൊണ്ട് മടിഞ്ഞുണ്ടാക്കിയ പായയിലാണ് കിടന്നുറങ്ങുന്നത്. ഒരു വിരിപ്പ് പോലും ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, 200 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു നമ്മളെ ഭാഷയിൽ 200 കാറ്, നല്ല അത്യാവശ്യം വിലപിടിപ്പുള്ള 200 കാറ്. ഒരു അവിശ്വാസിയായ ആൾക്ക്, കാഫിറായ ഒരാൾക്ക് 200 കാറ് ഒരാൾ കൊടുക്കുമെന്ന് വിചാരിക്കുക, ഒരു മുസ്ലിമായ ഒരാൾ. എന്നിട്ട് പോയിട്ട് കിടന്നുറങ്ങുന്നത് ഒരു പായയിൽ. എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇങ്ങനെയാണ് വിശ്വാസിയുടെ സ്വതക്ക. അപ്പോൾ ഓരോ കൽപ്പനകളും, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഓരോന്നും പൂർണ്ണമായ ഹൃദയത്തോടു കൂടി സ്വീകരിച്ചു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖദർ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എങ്ങനെയായിരുന്നു സ്വീകരിച്ചിരുന്നത്? അത് മനസ്സിലാക്കാൻ ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് വായിച്ചാൽ മതി. അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ പുഞ്ചിരിക്കുന്ന അവസ്ഥയിലല്ലാതെ കണ്ടിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളും മുസീബത്തുകളൊക്കെ നടക്കുമ്പോഴും പുഞ്ചിരിയോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏറ്റുവാങ്ങുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ത്വായിഫിൽ ഉണ്ടായ സംഭവം. ത്വായിഫിലേക്ക് ദഅവത്തിന് വേണ്ടി പോയി, അവിടെ നിന്ന് ആളുകൾ ആട്ടിവിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹായം പ്രതീക്ഷിച്ചിട്ട് പോയതാണ്. അവരവിടെ നിന്ന് ആട്ടിവിട്ടപ്പോൾ ആ കഥയുടെ വിശദാംശങ്ങളിൽ പല ഹദീസുകളും ത്വഈഫായിട്ടുണ്ട്. പക്ഷേ സ്വഹീഹായി വന്നിട്ടുള്ള സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവർക്ക് വേണ്ടി ദുആ ചെയ്തു, ലഅല്ലല്ലാഹു യുഖ്രിജു മിൻ അസ്ലാബിഹിം മൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരു തലമുറ ഇവരുടെ പിൽക്കാലത്തെങ്കിലും ഉണ്ടായേക്കാം എന്ന് പറയുകയാണ് ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ മക്ക ഫത്ഹിൽ നമുക്കറിയാം. ഇദ്ഹബു അൻതും മുത്തുലഖ, നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു. ആരെയാണ് വെറുതെ വിടുന്നത്? 10 വർഷം തന്നെ കൊല്ലാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച ആളുകളാണ്. അവരോടാണ് പറയുന്നത്, നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു, മാപ്പ് തന്നിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖദർ അത് എങ്ങനെയായാലും സന്തോഷത്തോടെ സ്വീകരിക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അള്ളാഹു തആല ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഹൃദയത്തിൻ്റെ വിശാലതയെക്കുറിച്ച്. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു, ആർക്കാണോ ഹിദായത്ത് നൽകാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത്, യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അവൻ്റെ ഹൃദയത്തിന് വിശാലത നൽകും. വമൻ യുരിദ് അൻ യുദില്ലഹു, ആരെയാണോ അള്ളാഹു പഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, യജ്അൽ സദ്റഹു ദയ്യിഖൻ ഹറജൻ, അവൻ്റെ ഹൃദയത്തെ അള്ളാഹു ഞെരുക്കമുള്ളതാക്കും. കഅന്നമാ യസ്അദു ഫിസ്സമാ, അവൻ ആകാശത്തേക്ക് കയറിപ്പോകുന്നതിനെ പോലെ. എന്താണ് ആകാശത്തേക്ക് കയറിപ്പോകുന്ന പറഞ്ഞാൽ? ആകാശത്തേക്ക് കയറിപ്പോകാൻ കഴിയില്ല. അതുപോലെ ഇവന് മുഅ്മിനാവാൻ കഴിയില്ല, ഈമാൻ ഇവൻ്റെ ഉള്ളിലേക്ക് കടക്കുകയില്ല. അത്രയും ഞെരുക്കമുള്ളതായിരിക്കും അവൻ്റെ ഹൃദയം. അത് ആളുകൾ പല ദർജയിലായിരിക്കും. ചില ആൾക്കാർക്ക് തൗഹീദ് തന്നെ അവരുടെ മനസ്സിലേക്ക് കയറില്ല. തൗഹീദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് പുച്ഛമായിരിക്കും, പ്രതിഷേധമായിരിക്കും. അവരവരുടെ ദലാലത്തിൻ്റെ അളവിനനുസരിച്ച് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവരുടെ മനസ്സിൻ്റെ സ്വീകാര്യതയിൽ വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ ആ വിശാലത ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അല്ലാഹു തആല ഹൃദയത്തിന് വിശാലത നൽകി. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള പ്രകാശം, ആ പ്രകാശത്തിൽ ജീവിക്കുന്ന ഒരാളും അതല്ലാത്ത ഒരാളും തമ്മിൽ ഒരുപോലെയാകുമോ? അപ്പോൾ ഈ ഹൃദയ വിശാലത കിട്ടിയ ആളുകളും അല്ലാത്ത ആളുകളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. അള്ളാഹുവിൻ്റെ ദീൻ സന്തോഷത്തോടെ ഉൾക്കൊള്ളുന്ന ആളുകളും അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന, അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഞെരുക്കം തോന്നുന്ന ആളുകളും അവർ തമ്മിൽ ഒരിക്കലും സമമാവുകയില്ല. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്. അല്ലെ, അല്ലാഹു തആല വഹി കൊടുത്തിട്ട് ഫിർഔൻ്റെ അടുത്ത് ദഅവത്തിന് വേണ്ടി പറഞ്ഞേക്കാണ് മൂസാ നബി അലൈഹിസ്സലാം. അപ്പോൾ മൂസാ നബി കുറേ കാര്യങ്ങൾ ചോദിച്ചു അല്ലാഹു തആലയോട്. അത് നമുക്ക് വലിയൊരു ഗുണപാഠമാണ്. ദഅവത്ത് ചെയ്യുന്ന ആളുകൾക്കും അല്ലാത്തവർക്കൊക്കെ വലിയ ഗുണപാഠമാണ് ആ പ്രാർത്ഥന. എന്താണ് മൂസാ നബി പറയുന്നത്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ ഫഖൂല ലഹു ഖൗല ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത് എന്താണ്? ഖാല റബ്ബി ഇശ്റഹ് ലി സദ്രി, എനിക്ക് ശർഹ് സദ്ർ, ഈ പറഞ്ഞ കാര്യം ഹൃദയത്തിന് വിശാലത നൽകണം. വയസ്സിർ ലി അംരി, എൻ്റെ കാര്യം എളുപ്പമാക്കണം. എങ്ങോട്ടാണ് പോകുന്നത്? ഇന്നത്തെ ഭാഷയിൽ ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക. വലിയ വലിയ താകൂത്തുകളായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളൊരു വലിയ ഭീകരൻ, അല്ലെ, ചെറിയ കുട്ടികളെ യാതൊരു കരുണയുമില്ലാതെ കൊന്നുകളയുന്ന ആളാണ്. അങ്ങനെയുള്ള ആളുകൾ ഇന്നുണ്ടോ എന്ന് സംശയമാണ്. അത്രയും വലിയ ക്രൂരൻ. അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് പോവുകയാണ് മൂസാ നബി അലൈഹി സ്വലാം. അപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളാണ്,
എൻ്റെ കാര്യം എളുപ്പമാക്കി തരണം. അഥവാ അവിടെ പോയി ഫിറോൻ്റെ പീഡനവും അതുപോലെ ഫിറോൻ കൊന്നുകളയുകയും ഒന്നും ചെയ്യരുത്, ദഅവത്ത് ചെയ്യാൻ പറ്റണം. യസ്സിർലി അംരി റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ കെട്ട് അയച്ചു തരണം. അഥവാ മൂസാ നബി അലൈഹി സ്വലാമിന് സംസാരിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹാറൂൻ അലൈഹി സ്വലാമിനെ കൂടി നബിയാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. വാഹി ഹാറൂൻ ഹുവ അഫ്സഹു മിന്നി ലിസാനൻ ഫർസിൽഹു മഅ യരിദ് അൻ യുസദ്ദിഖുനി, ഹാറൂനെ കൂടി എൻ്റെ കൂടെ പറഞ്ഞേക്കണം, അവൻ എന്നെക്കാളും ഒഴുക്കോടെ സംസാരിക്കുന്നവനാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, അങ്ങനെ ആയാലേ എൻ്റെ സംസാരം അവർക്ക് മനസ്സിലാവുകയുള്ളൂ. വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി, എൻ്റെ സഹോദരൻ ഹാറൂനെ എൻ്റെ കൂടെ ഒരു സഹായിയായി നിയമിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഒന്നാമത് ചോദിച്ച കാര്യം റബ്ബി ഇശ്റഹ് ലി സദ്രി എന്നാണ്. എന്താണ് അർത്ഥം? അവിടെ ഫിറോൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഹൃദയത്തിന് വിശാലത ഉണ്ടാകണം. കാരണം ഫിറോനോട് സംസാരിക്കുമ്പോൾ തിരിച്ച് എന്താണ് ഫിറോൻ പറയുക എന്നറിയില്ല. തിരിച്ച് എത്ര ധിക്കാരത്തോട് സംസാരിച്ചാലും ചിലപ്പോൾ സംസാരം മാത്രമാവുകയില്ല, പീഡനങ്ങളുണ്ടാവാം. എന്തുണ്ടായാലും അത് ഉൾക്കൊള്ളാൻ സാധിക്കണം. അതാണ് മൂസാ നബി അലൈഹി സ്വലാം ആദ്യമായി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദഅവത്ത് ചെയ്യുന്ന ആളുകൾക്ക് ആദ്യം വേണ്ട കാര്യമാണ്. ദഅവത്ത് ചെയ്യുമ്പോൾ ഒരിക്കലും അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, രണ്ട് സ്വഭാവം അതില്ലാത്ത ആളുകൾ ദഅവത്ത് ചെയ്യാൻ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം ശ്രമിക്കണം എന്നർത്ഥം. ഒന്ന് ഹെൽമ് എന്ന് പറഞ്ഞാൽ സഹിക്കാനുള്ള കഴിവ്, ഉപദ്രവങ്ങൾ സഹിക്കാനുള്ള കഴിവ്. രണ്ടാമത്തേത് കറം, ഔദാര്യം, ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് ജനങ്ങളുടെ മുമ്പിൽ കൈ നീട്ടാതെ അങ്ങോട്ട് അവരെ സഹായിക്കുക, അവർക്ക് അങ്ങോട്ട് കൊടുക്കുക. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ്, അമ്പിയാക്കളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വഭാവങ്ങളാണ്. അമ്പിയാക്കളുടെ ചരിത്രം നോക്കിയാൽ ഈ രണ്ട് സ്വഭാവങ്ങൾ അത് മുളച്ചു നിൽക്കുന്നത് കാണാം. സൂറത്ത് ശൂറായിൽ ഓരോ നബിയും പറയുന്നത് വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഞാൻ നിങ്ങളോട് കൂലി ചോദിക്കുന്നില്ല. അമ്പിയാക്കൾക്ക് ഹറാമാണ് ദഅവത്തിന് പ്രതിഫലം വാങ്ങുക എന്നുള്ളത്. അതുപോലെ അവരുടെ സഹനം, ഓരോ നബിമാരും അവരവരുടെ കൗമുകളുടെ ഉപദ്രവം സഹിച്ചവരാണ്, ക്ഷമിച്ചവരാണ്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം ഒന്നാമതായി അള്ളാഹുവിനോട് ഇക്കാര്യം ചോദിച്ചത്, റബ്ബി ഇശ്റഹ് ലി സദ്രി എന്ന് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ രണ്ട് തരത്തിലുള്ള ശർഹു സദ്റും ഉണ്ടായിരുന്നു. അഥവാ ഹെസ്സിയായിട്ട് ബാഹ്യാർത്ഥത്തിൽ തന്നെ അള്ളാഹു തആല അവിടുത്തെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു ജിബ്രീൽ അലൈഹി സ്വലാമിനെ വിട്ടുകൊണ്ട്. രണ്ടാമത്തേത് ഈ പറഞ്ഞ ഹൃദയ വിശാലത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യത്തിലാണെങ്കിലും, അല്ല എൻ്റെ മകൾ ഫാത്തിമ കട്ടാൽ ഞാൻ കൈമുറിക്കുമെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമം അതിൽ വിട്ടുവീഴ്ചയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖദർ, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും അതിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, സുന്നത്ത് പിന്തുടരുന്നവർക്കും ഈ സ്വഭാവം ഉണ്ടാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗം പിന്തുടരുന്നവരാണ് സുന്നത്ത് പിന്തുടരുന്ന ആളുകൾ. അപ്പോൾ അവിടുത്തെ ജീവിതത്തിലുണ്ടായ ഈ ഖൈർ അവർക്കും ഉണ്ടാകും. വവദഅന അൻക വിസ്റക്, താങ്കളുടെ ഭാരം നാം ഇറക്കി വെച്ച് തന്നില്ലേ. വിസ്ർ എന്ന് പറഞ്ഞാൽ ഭാരം എന്നാണ് അർത്ഥം. പാപം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. കാരണം പാപം ഭാരമാണ്. അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പാപം എന്നാണ്. വവദഅന അൻക വിസ്റക്, താങ്കളുടെ പാപഭാരം ഇറക്കി വെച്ച് തരികയും ചെയ്തില്ലേ. അല്ലദി അൻഖദ ദഹ്റക്, ആ പാപം എങ്ങനെയുള്ളതാണ്? അൻഖദ ദഹ്റക്, താങ്കളുടെ പിരടിയെ, പുറം ഭാഗത്തെ, അത് അൻഖദ എന്ന് പറഞ്ഞാൽ നഖീൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്കും ശബ്ദമെന്നാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം പിടിച്ച് വലിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ശബ്ദത്തിനാണ് നഖീൽ എന്ന് പറയാം. അപ്പോൾ ഈ വലിയ ഭാരമൊക്കെ എടുക്കുമ്പോൾ വാരിയൽ അല്ലെങ്കിൽ നമ്മുടെ നട്ടലിൻ്റെ ഒക്കെ ഉള്ളുന്ന ശബ്ദം ഉണ്ടാകും, അതിനാണ് നഖീൽ എന്ന് പറയാം. അപ്പോൾ പാപത്തിൻ്റെ ഭാരം അങ്ങനെയുള്ളതായിരുന്നു, താങ്കളുടെ മുതുകൊടിക്കുന്ന വിധത്തിലുള്ള പാപഭാരമായിരുന്നു, അത് എടുത്തു മാറ്റിയില്ലേ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരുപാട് പാപം ചെയ്ത ആളാണോ? അല്ല. അമ്പിയാക്കളെക്കുറിച്ച് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം, അവർ കബീറത്തുകൾ ചെയ്യില്ല, വൻപാപങ്ങൾ ചെയ്യില്ല. ചെറുപാപങ്ങളോ? ചെറുപാപങ്ങൾ രണ്ടായി വേർതിരിക്കാം. ഒന്ന്, ഒരു മനുഷ്യൻ്റെ മാന്യതയ്ക്ക് നിരക്കാത്ത ചെറുപാപങ്ങൾ. അപ്പം അന്യ സ്ത്രീകളെ ശഹവത്തോടു കൂടി നോക്കുക എന്നുള്ളത് അത് ചെറുപാപമാണ്. ചെറുപാപം തന്നെ തോന്നിയ പോലെ ചെയ്യാമെന്നല്ല, ചെറുപാപം തന്നെ ആവർത്തിച്ചാൽ അത് വൻപാപമാകുമെന്നൊക്കെ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് അത് വല്ലപ്പോഴും സംഭവിച്ചാലൊക്കെ അത് ചെറുപാപമാണ്, പക്ഷെ അതൊരു നബി ചെയ്യില്ല. അപ്പോൾ മാന്യതയ്ക്ക് നിരക്കാത്ത ചെറുപാപങ്ങളുണ്ട്, അതും ചെയ്യില്ല. എന്നാൽ അതല്ലാത്ത ചെറുപാപങ്ങൾ സംഭവിച്ചേക്കാം, അമ്പിയാക്കൾക്ക് സംഭവിച്ചേക്കാം എന്നാണ് അഹ്ലുസുന്നത്തിൻ്റെ അഖീദ. മാത്രമല്ല അമ്പിയാക്കൾ അവർക്ക് സംഭവിക്കുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ പോലും വലുതായി കാണും, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ദുനൂബുൽ മുഖറബീൻ ഹസനാത്തുൽ മുഖ്തസിദീൻ, സാധാരണ വിശ്വാസികളായ ആളുകൾ
നന്മയായി കാണുന്ന കാര്യങ്ങൾ മുഖറബീങ്ങൾ, അള്ളാഹുവിനോട് അടുത്ത ആളുകൾ വൻപാപങ്ങളായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ നമുക്കറിയാം, അബ്ദുല്ലാഹ് ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു വന്ന സമയത്ത് നബി സല്ലല്ലാഹു മുഖം തിരിച്ചു. അബസ വതവല്ല എന്നുള്ള സൂറത്തിൻ്റെ തഫ്സീറിൽ നമ്മൾ പറഞ്ഞതാണ്. അത് അള്ളാഹു തആല തിരുത്തിയ കാര്യമാണ്. തെറ്റല്ലെങ്കിൽ പിന്നെ തിരുത്തേണ്ട ആവശ്യമില്ല. അള്ളാഹു തആല തിരുത്തിയതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം നല്ലതായിരുന്നു. ഈ ഖുറൈശികളായ പ്രമാണിമാർ ഇസ്ലാം സ്വീകരിച്ചാൽ ഇസ്ലാമിന് കൂടുതൽ ഇസ്സത്തുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷെ അള്ളാഹു തആല അത് തിരുത്തി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ അത് നമ്മൾ ചെയ്ത് വലിയൊരു നല്ല കാര്യമായിട്ടായിരിക്കും കാണാം. ഈ അന്ധനായ വ്യക്തിയെ അവഗണിച്ചു എന്നുള്ളത്, കാരണം ഞാൻ ഇസ്ലാമിന് വേണ്ടി വലിയൊരു സേവനം ചെയ്യാൻ പോവുകയാണ് എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക, നമ്മൾ പറയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് അടുത്തയാളായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തിരുത്തി അവിടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം തെറ്റ് ചെയ്തു നല്ല അർത്ഥം. വല്ല തെറ്റുകളും അഥവാ അത് ചെറുപാപം പോലും ആയിക്കൊള്ളണമെന്നില്ല, ഖിലാഫുൽ ഔല, അതിനേക്കാൾ നല്ലത് മറ്റേതായിരുന്നു എന്ന് പറയാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വലുതായിട്ടാണ് കാണുക. അടുത്തതായി പറയുന്നു വറഫഅനാ ലക ദിക്റക്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുത്തതാണ്. ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. താങ്കളുടെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം അള്ളാഹു തആല പുറത്തു കൊടുക്കാൻ വേണ്ടി എന്ന് സൂറത്തുൽ ഫത്ഹിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. വറഫഅനാ ലക ദിക്റക്, താങ്കളുടെ ദിക്ർ എന്ന് പറഞ്ഞാൽ പ്രശസ്തി എന്നുള്ളൊരർത്ഥമുണ്ട്. കാരണം എന്താണ്? നമുക്കറിയാം ഭാഷയിൽ ദിക്ർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ അർത്ഥം പരാമർശിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഒരാളുടെ പ്രശസ്തി എന്ന് പറഞ്ഞാൽ അയാളെക്കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അതാണല്ലോ പ്രശസ്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഖുർആനെ കുറിച്ച് പറഞ്ഞൊരായത്തുണ്ട്, വ ഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക്, നിനക്കും നിൻ്റെ കൗമിനും ഉള്ള ഒരു പ്രശസ്തിയാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അങ്ങനെ ഖുർആനിൻ്റെ ആളുകളാണ് എന്ന ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയും. അപ്പോൾ ദിക്ർ എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, പ്രശസ്തി എന്നുള്ള അർത്ഥമുണ്ട്. വറഫഅനാ ലക ദിക്റക്, താങ്കളുടെ പ്രശസ്തി നാം ഉയർത്തി. ഇത് അള്ളാഹു മൂന്നാമതായി എടുത്ത് പറയുക. ഒന്നാമത്തേത് ശറഹു സദ്ർ, രണ്ടാമത്തേത് പാപങ്ങൾ പുറത്തു എന്നുള്ളത്, മൂന്നാമത്തേത് റിഫഅത്തു ദിക്ർ, പ്രശസ്തി നൽകി എന്നുള്ളത്. അപ്പോൾ ഒരാൾക്ക് പ്രശസ്തി ഉണ്ടാവുക എന്നുള്ളത് അതൊരു ചീത്ത കാര്യമല്ല. പ്രശസ്തി ആഗ്രഹിക്കുന്നത് തെറ്റാണ്. പക്ഷേ അള്ളാഹു തആല ആൾക്ക് പ്രശസ്തി നൽകുക എന്നുള്ളത് അത് തെറ്റായ കാര്യമല്ല. അതുപോലെ തന്നെ പ്രശസ്തി അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുക, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഇത് ആളുകൾ കാണട്ടെ, അങ്ങനെ എനിക്ക് പ്രശസ്തി ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നത് തെറ്റാണ്. നേരെ മറിച്ച് ഞാൻ അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യുന്നു, അങ്ങനെ അള്ളാഹു തആല ആളുകളുടെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടാക്കും, ആളുകൾക്കിടയിൽ എനിക്ക് സ്വീകാര്യത നൽകും. അങ്ങനെ സ്വീകാര്യത നൽകിയാൽ എന്താണ് ഗുണം? ആളുകൾ എന്നെ മാതൃകയാക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കണം. ഞാൻ എൻ്റെ അമലുകൾ കാണിച്ചിട്ട് പ്രശസ്തി ഉണ്ടാക്കല്ല. പ്രശസ്തി നൽകാൻ നല്ല രീതിയിലുള്ള പ്രശസ്തി, നല്ല ആളുകൾക്കിടയിൽ എന്നെക്കുറിച്ച് നല്ല ഒരു ചിന്തയുണ്ടാകാൻ, അവരുടെ ഇടയിൽ എന്നെക്കുറിച്ച് നല്ല വാക്ക് പറയപ്പെടാൻ അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കണം. അങ്ങനെയുള്ള അവസ്ഥ അള്ളാഹു ഉണ്ടാക്കട്ടെ, അത് തെറ്റല്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്, വജ്അൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൽക്കാലത്ത് വരാനിരിക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും ലിസാന സിദ്ഖ്, നല്ല വാക്ക് എന്നെക്കുറിച്ച് പറയുന്ന അവസ്ഥ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയുള്ള പ്രശസ്തി നൽകുകയും ചെയ്തില്ലേ. എന്താണ് ഈ പ്രശസ്തി എന്ന് പറയുന്നത്? മുഫസ്സിരീങ്ങൾ പല രീതിയിൽ വിശദീകരിച്ചത് കാണാം. ബാങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുന്നതിനെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്. ശരിയാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയപ്പെടാത്ത സ്ഥലങ്ങളും സമയങ്ങളും കുറവാണ്. ഓരോ നിമിഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഈ അദാൻ്റെ രൂപത്തിൽ ഒരു നാട്ടിൽ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് തൊട്ടുടനെയാണ്. ബാങ്കിൽ മാത്രമല്ല, ഒരാൾ ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതുപോലെ നമസ്കാരത്തിൽ, അതുപോലെ തന്നെ ഖുത്ബത്തുൽ ഹാജ, നമ്മൾ സംസാരങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നടത്തുന്ന ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു എന്ന് പറയുന്ന ഈ ഖുത്ബത്തുൽ ഹാജ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുന്നു. അപ്പോൾ ഇങ്ങനെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അതിൻ്റെ പ്രശസ്തി ഉയർത്തുകയുണ്ടായി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിയായിരുന്ന സഹാബി, അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നത് കാണാം, വദമ്മൽ ഇലാഹു ഇസ്മൻ നബിയ്യി ഇലസ്മിഹി, അല്ലാഹു തആല നബിയുടെ പേര് തൻ്റെ പേരിലേക്ക് ചേർത്തി പറഞ്ഞു, തൻ്റെ പേരിൻ്റെ കൂടെ ചേർത്ത് വെച്ചു. വദമ്മൽ ഇലാഹു ഇസ്മൻ നബിയ്യി ഇലസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അഷ്ഹദു, മുഅദ്ദിന് ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ എൻ്റെ കൂടെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നും പറയും. വശഖ്ക ലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദുൻ. അതുപോലെ തൻ്റെ പേരിൽ നിന്ന് ഒരു ഭാഗം അല്ലാഹു തആല അവിടത്തേക്ക് മുറിച്ചു കൊടുത്തു. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്?
ഫദുൽ അർഷി മഹ്മൂദുൻ, അള്ളാഹു മഹ്മൂദാണ്, അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ് അവൻ മഹ്മൂദാണ് എന്നുള്ളത്, സ്തുതിക്കപ്പെടുന്നവനാണ്. ഹംദ് എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വഹാദ മുഹമ്മദുൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്നാണ്. അപ്പോൾ ഈ ഹംദ് എന്നുള്ള ആശയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുണ്ട്. അപ്പോൾ ഇതാണ് വറഫഅനാ ലക ദിക്റക് എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതലുള്ള പേരെന്താണ്? ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള പേര് മുഹമ്മദാണ്. ഒന്നാം സ്ഥാനത്തുള്ള പേര് മുഹമ്മദ് എന്നാണ് ഇന്നും. അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന വ്യക്തി, അല്ലേ? നമ്മളെല്ലാവരും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നവരാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് ആളുകൾ ഇബാദത്തുകൾ ചെയ്യുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാക്കിയ കാര്യങ്ങൾ ആളുകൾ ഉപേക്ഷിക്കുന്നു. ഇങ്ങനെ ഒരാളെ പിന്തുടരുന്ന, ഇത്രയും പിന്തുടരപ്പെടുന്ന മറ്റൊരാൾ ലോകത്തില്ല. അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പഠിക്കുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നു, അല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു 100 കാര്യങ്ങളെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലം എവിടെയാണ്, മറ്റ് സ്ഥലം എവിടെയാണ്, ഉമ്മ ആരാണ്, ഉപ്പ ആരാണ്, ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു 100 വിവരങ്ങളെങ്കിലും ഉണ്ടാവും. ലോകത്തുള്ള മറ്റൊരാളെക്കുറിച്ചും ഇങ്ങനെ 100 കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കണമെന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ഉപ്പാനും ഉമ്മാനെ കുറിച്ച് പറയാൻ സാധിക്കില്ല 100 കാര്യങ്ങൾ. ചിലപ്പോൾ ഉപ്പ ജനിച്ച എവിടെയെന്ന് കൃത്യമായിട്ട് അറിയണമെന്നില്ല. അല്ലെങ്കിൽ ഉപ്പ ഉണ്ടെങ്കിൽ ഓക്കെ, ഉപ്പാനെ പറ്റി ചിലപ്പോൾ അറിയായിരിക്കും, ഉപ്പാനെ കുറിച്ച് എന്തായാലും അറിയില്ല. അപ്പോൾ ഇത്രയും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുള്ള, സ്വീകാര്യതയുള്ള മറ്റൊരു വ്യക്തി പറയില്ല. അതാണ് വറഫഅനാ ലക ദിക്റക്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ആയത്ത് ഇറങ്ങുന്നത് മക്കത്താണ്. അല്ല, ഇത് മദീനത്ത് വെച്ച് ഇറങ്ങുകയായിരുന്നെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ ആരോപിക്കാം, ഒരു ശത്രുവിന് ഇസ്ലാമിന് കുറച്ച് എന്താ പറയുക, പ്രതാപമൊക്കെ ആയി, വലിയ ശക്തിയായി, രാജ്യമായി, അതുകൊണ്ട് ഇനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രശസ്തിയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആളുകൾ പരിഗണിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാവും എന്നൊരാൾക്ക് പ്രവചിക്കാം. പക്ഷെ മക്കയിൽ വെച്ചാണ് ഈ സൂറത്ത്, ഈ ആയത്തൊക്കെ അവതരിക്കുന്നത്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, അല്ലാഹു തആല പറയുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവിടെ പറയുന്ന മറ്റൊരു കാര്യം, ഈ 3 കാര്യങ്ങൾക്കും പരസ്പര ബന്ധമുണ്ട്. ഹൃദയവിശാലത, പാപങ്ങൾ പൊറുക്കപ്പെടുക, അതുപോലെ തന്നെ സൽകീർത്തി, ആളുകൾക്കിടയിൽ നല്ല അഭിപ്രായം, നല്ല ആളുകൾക്കിടയിൽ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവുക. ഈ 3 കാര്യങ്ങളും പരസ്പരം ബന്ധമുള്ളതാണ്. വളരെ വ്യക്തമാണ്, അല്ലേ? പാപങ്ങൾ ഉപേക്ഷിച്ചാൽ ഈ 2 കാര്യങ്ങളും കിട്ടും. ആളുകൾക്കിടയിൽ നമ്മളെക്കുറിച്ച് നല്ല വാക്ക് പറയപ്പെടും, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന് വിശാലത ഉണ്ടാകും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, അല്ലേ? പാപങ്ങൾ കൊണ്ട് ഒരിക്കലും മനസ്സിന് വിശാലത ഉണ്ടാവുകയില്ല, ഞെരുക്കമേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് കാണുമ്പോൾ തോന്നും ലാഹിറിൽ പാപം ചെയ്യുന്ന ആളുകൾ ആസ്വദിക്കുകയാണ്. ഒരിക്കലുമല്ല, പാപങ്ങൾ കൊണ്ട് ഞെരുക്കമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പാപങ്ങളെക്കുറിച്ച് ആരെങ്കിലും തെറ്റ് ചെയ്താൽ അത് പരസ്യപ്പെടുത്തരുത്, മറച്ചു വെക്കണം എന്ന് പറയുന്ന ഹദീസിൽ അവിടുന്ന് ഉപയോഗിച്ച വാക്കെന്താണ്? മനുബ്തുലിയ ബിശൈഇൻ മിൻ ഹാദിഹിൽ ഖാദുറാത്ത് ഫൽയസ്തതിർ ബിസത്രില്ലാഹ്. ആരെങ്കിലും ഈ മാലിന്യങ്ങളിൽ നിന്ന് വല്ലതും അവൻ്റെ ജീവിതത്തിൽ വന്നുപെട്ട് പരീക്ഷിക്കപ്പെട്ടാൽ അവൻ അള്ളാഹുവിൻ്റെ ആ മറ കൊണ്ട് അവൻ സ്വയം മറച്ചു വെക്കട്ടെ, അഥവാ അള്ളാഹു അവനെ വഷളാക്കിയിട്ടില്ല, ഇനി അവനായിട്ട് ആളുകൾ അറിയിക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ അവിടെ ഉപയോഗിച്ച വാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഖാദുറാത്ത്, വൃത്തികേടുകൾ, മാലിന്യങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാപങ്ങൾ എന്ന് പറയുന്നത് മാലിന്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ദസ്സ എന്ന് പറഞ്ഞാൽ ചെറുതാക്കുന്നതാണ്. സ്വന്തം നഫ്സിനെ തസ്കിയത്ത് നൽകിയവൻ വിജയിച്ചു. തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വളരുക, വലുതാവുക എന്നാണ്. ദസ്സ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതം, ചെറുതാവുക. അപ്പോൾ പാപങ്ങൾ ഒരാളെ ചെറുതാക്കുന്ന കാര്യമാണ്. അവനെപ്പറ്റി ആളുകൾക്ക് ആർക്കും നല്ല അഭിപ്രായം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ അവൻ്റെ ഹൃദയത്തിന് ഞെരുക്കമായിരിക്കും. അബൂ നുവാസ് എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹം നഊദു ബില്ലാ തിന്മകൾ കൊണ്ട് അറിയപ്പെട്ട ആളാണ്. കള്ളും മറ്റുമൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് കവിതകളിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്നത് കാണാം, വകഅസൻ ശരിബ്തു അലാ ലദ്ദത്തിൻ വഉഖ്റ തദാവൈതു മിൻഹാ ബിഹാ. വകഅസൻ ശരിബ്തു അലാ ലദ്ദത്തിൻ, ഒരു കപ്പ് ഞാൻ ആസ്വദിച്ച് കുടിച്ചു. കള്ളു കുടിക്കുന്ന ഒരാളുടെ അവസ്ഥ പറയുകയാണ്. കള്ളുകുടിയുടെ പേരിൽ അറിയപ്പെട്ട കവിയാണ്, അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. ഒരു കപ്പ് ഞാൻ ആസ്വദിച്ച് കുടിച്ചു. വഉഖ്റ തദാവൈതു മിൻഹാ ബിഹാ, രണ്ടാമത്തെ കപ്പ് ഈ ഒന്നാമത്തേതിനുള്ള മരുന്നായിട്ടാണ് ഞാൻ കുടിച്ചത്. അഥവാ മരുന്ന് കുടിക്കുമ്പോൾ നമ്മൾ വെറുപ്പോട് കൂടിയായിരിക്കും കുടിക്കുന്നത്, പക്ഷേ രോഗമുള്ളതുകൊണ്ട് കുടിക്കാതിരിക്കാൻ വയ്യ. അതുപോലെ ഒന്നാമത്തേത് കുടിച്ചത് കൊണ്ട് ഇനി ഒഴിവാക്കാൻ വയ്യ. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ആദ്യം കുടിച്ചതിൻ്റെ വിഷമം മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാമത് കുടിക്കുന്നത്. ഇതാണ് എല്ലാ പാപികളുടെ അവസ്ഥ. കുറച്ച് കാലം ആസ്വദിക്കും, പിന്നീട് അവർക്കത് ഒഴിവാക്കാനും പറ്റില്ല, എന്നാൽ അതിലൊരു ആസ്വാദനവുമില്ല. അങ്ങനെയുള്ള അവസ്ഥ വരും. അതാണ് എല്ലാ പാപങ്ങളുടെയും അവസ്ഥ. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. തുടർന്ന് അല്ലാഹു തആല പറയുന്നു, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, ഞെരുക്കത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്. അപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ സൂറത്ത് ഇറങ്ങുന്നത് മക്കയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മനസ്സിന് വിശാലതയുണ്ട്, ഹൃദയം പുലർത്തി ശുദ്ധീകരിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നാലും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളുണ്ട്, ചില പ്രയാസങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ട് മക്കത്ത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും. അപ്പോൾ ഇനി അതിൻ്റെ കാര്യം ഒന്ന് പറയേണ്ടതുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതും ഉണ്ടല്ലോ, പക്ഷേ അതിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. അതിന് ശേഷം എളുപ്പം വരാനുണ്ട്. ഈ ആയത്തിൻ്റെ തഫ്സീർ എന്താണ്? നമുക്കറിയാം എന്താണ് ഉണ്ടായതെന്നുള്ളത്. പിന്നീട് ഈ പറഞ്ഞ സംഭവം പിന്നീട് അല്ലാഹു തആല അതുപോലെ നടപ്പിലാക്കി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയും യുസ്ർ എളുപ്പം എന്താണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ വളരെ വിശാലമായ ആശയങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഇതെല്ലാ മുസ്ലിമുകൾക്കും ബാധകമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാത്രം ബാധകമല്ല. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഞെരുക്കത്തിൻ്റെ കൂടെ പ്രയാസമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ഒരിക്കൽ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതി. അദ്ദേഹം സൈന്യാധിപനാണ്. അപ്പോൾ ശത്രുക്കളുടെ എണ്ണത്തെ പറ്റിയും റോമക്കാരുടെ ശക്തിയെക്കുറിച്ചും അവരെ പറ്റിയുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണ ഭീഷണിയെക്കുറിച്ചൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന്, ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് മറുപടി എഴുതി. ഇമാം മാലിക് റഹിമഹുല്ലാഹ് മുവത്തയിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള, അതുപോലെ തന്നെ അബ്ദുർ റസാഖ് സനആനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസന്നഫിലും ഉദ്ധരിച്ച സഹീഹായ അസറാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി എഴുതി, അമ്മാ ബഅദ്, ഹംദും സലാത്തും കഴിഞ്ഞിട്ട്, അമ്മാ ബഅദു ഫഇന്നഹു ലാ യൻസിലു ബിഅബ്ദിൻ മുഅ്മിനിൻ മിൻ മൻസിലി ശിദ്ദത്തിൻ ഇല്ലാ യജ്അലുല്ലാഹു ബഅദഹു യുസ്റ. ഒരു മുഅ്മിന് എന്തൊരു പ്രയാസമുണ്ടായാലും അതിനുശേഷം അള്ളാഹു എളുപ്പമുണ്ടാക്കുക തന്നെ ചെയ്യും. ആലോചിച്ച് നോക്കുക, ഒരു ഭരണാധികാരിക്ക് ഒരു സൈന്യാധിപൻ എഴുതുന്ന കത്താണ്. വിഷയം എന്താണ്? ശത്രുക്കളുടെ അടുത്തു നിന്നുള്ള യുദ്ധഭീഷണിയാണ്. അപ്പോൾ കൊടുക്കുന്ന മറുപടിയാണിത്. അള്ളാഹു തആല എന്തൊരു ഞെരുക്കം ഉണ്ടാക്കിയാലും അതിനുശേഷം ഒരു പ്രയാസം, എന്തൊരു ഞെരുക്കം നൽകിയാലും അതിനുശേഷം ഒരു എളുപ്പം നൽകുക തന്നെ ചെയ്യും. ഇന്നഹു ലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈനി, ഒരു ഞെരുക്കത്തിന് രണ്ട് ആശ്വാസങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിശദീകരിക്കാം. ഇതൊരു പഴഞ്ചൊല്ല് പോലെ അല്ലെങ്കിൽ ഒരു ഹിക്മത്തായി, ഒരു മഹത് വചനമായി പിന്നീട് പ്രശസ്തമായിട്ടുള്ള വാക്കാണ്. ലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈനി. എന്നിട്ട് പറഞ്ഞു, വ ഇന്നല്ലാഹ തആല യഖൂലു ഫീ കിതാബിഹി യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സൂറത്ത് ആൽ ഇംറാനിൽ അവസാനത്തെ ആയത്. അപ്പോൾ എന്താണ് ലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈനി എന്ന് പറഞ്ഞാൽ? അത് കുറച്ച് നഹ്വ് അറിയണം. നമുക്കറിയാം അറബിയിൽ മാരിഫയും നെക്റയുണ്ട്. മാരിഫ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇസ്മല്ലേ, അൽ കിതാബ്. കിതാബ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കിതാബ്. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ പ്രത്യേക കിതാബ്. ഇവിടെ ഉസ്ർ എന്നുള്ളത് മാരിഫയാണ് രണ്ടായത്തിലും. അൽ ഉസ്ർ എന്ന്. യുസ്ർ എന്നുള്ളതോ നെക്കിറാണ്. അപ്പോൾ മാരിഫ എന്ന് പറഞ്ഞാൽ രണ്ടായത്തിലും പറയുന്ന ഉസ്ർ, ഞെരുക്കം ഒരേ കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലെന്ന് പറയുന്നത്. യുസ്ർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ആശ്വാസം. അപ്പോൾ ഏതോ ഒരു ആശ്വാസം എന്ന് പറയുമ്പോൾ രണ്ടായത്തിലും പറഞ്ഞത് രണ്ട് ആശ്വാസങ്ങളെ കുറിച്ചായിരിക്കാം, വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ രണ്ട് ആശ്വാസമുണ്ട് ഈ രണ്ടായത്തിലും കൂടിയായിട്ട്. ഞെരുക്കമോ രണ്ടിലും പറയുന്ന ഞെരുക്കം ഒന്നാണ്, അൽ ഉസ്റാണ്. അപ്പോൾ ഒരു ഉസ്റും അതിന് രണ്ട് യുസ്റുണ്ട് ഈ രണ്ടായത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ രണ്ട് എണ്ണമുള്ളതല്ലേ വിജയിക്കുക. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈനി. അപ്പോൾ സഹാബത്തിൻ്റെ ഫിഖ്ഹ് ഇത് മനസ്സിലാക്കാം. അവർ കുറേ സംസാരിക്കുന്നില്ലെങ്കിലും അവരുടെ മനസ്സിലുണ്ട് തഫ്സീറൊക്കെ, അവരുടെ മനസ്സിലുണ്ട് ലുഗ, അവരുടെ മനസ്സിലുണ്ട് എല്ലാ ഇൽമുകളും. പക്ഷെ അവർ ആവശ്യം വരുമ്പോഴേ അത് ഉപയോഗിക്കുള്ളൂ എന്ന് മാത്രം, സംസാരം കുറവാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. അതുപോലെ ഈ ആയത്തിലെ മറ്റൊരു ആശയം നോക്കൂ. മഅ എന്നാണ് പറയുന്നത്. മഅ എന്ന് പറഞ്ഞാൽ എന്താ? കൂടെ. അപ്പോൾ ഒരു ഞെരുക്കത്തിൻ്റെ കൂടെ എളുപ്പമുണ്ടെങ്കിൽ പിന്നെ അതിന് ഞെരുക്കെന്ന് പറയുമോ? ഒരാൾക്ക് വലിയ കടമുണ്ട്, അതിൻ്റെ കൂടെ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, ഇതിന് കടം എന്ന് പറയുമോ? പിന്നെ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എന്താണ് നിങ്ങളൊക്കെ അഭിപ്രായം? മഅ എന്ന് പറയാൻ കാരണം എന്താണ്? ഞെരുക്കം എന്ന് പറഞ്ഞാൽ ഞെരുക്കത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്. ഇപ്പോൾ രോഗമുണ്ടോ ഷിഫയുണ്ട്, ദാരിദ്ര്യമുണ്ടോ സമ്പത്തുണ്ട്. അപ്പോൾ ഷിഫ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് രോഗം എന്ന് പറയില്ലല്ലോ. അതുപോലെ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ദാരിദ്ര്യം എന്ന് പറയില്ല. അപ്പോൾ എന്താണ് മഅ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? അതല്ല, മുഫസ്സിരീങ്ങൾ പറയുന്നത് തൊട്ടടുത്ത്, അത്രയും അടുത്തുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഉടനെ തന്നെ വരാനുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഹദീസിൽ അതുപോലെ കാണാം, ഇന്നൽ ഫറജ മഅൽ കർബ് ഇന്നൻ നസ്ര മഅ സബ്ർ. സബ്റിൻ്റെ കൂടെയാണ് അള്ളാഹുവിൻ്റെ സഹായം വരാനുള്ളത്. അതുപോലെ ഞെരുക്കം, അത് കർബ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പ്രയാസം എന്നാണ് പറയുന്നത്. അങ്ങേയറ്റത്തെ പ്രയാസമാകുമ്പോഴാണ് ഫറജ്, ആശ്വാസം വരാനുള്ളത്. അടുത്ത ആയത്ത്, ഫഇദാ ഫറഗ്ത
ഫൻസബ്. ഫൈദ ഫറഗ്ത, നീ ഫ്രീ ആയാൽ, ജോലിയൊക്കെ കഴിഞ്ഞ് നിനക്ക് ഒഴിവ് സമയം കിട്ടിയാൽ, ഫാരിഖ് എന്ന് പറഞ്ഞാൽ കാലിയായത്. ഫൈദ ഫറഗ്ത ഫൻസബ്, അധ്വാനിക്കുക, നീ അധ്വാനിക്കുക. ഫൈദ ഫറഗ്ത ഫൻസബ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിൻ്റെ ജോലികൾ കഴിഞ്ഞാൽ നീ ഇബാദത്തിൽ അധ്വാനിക്കുക, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അധ്വാനിക്കുക. അപ്പോൾ പല അഭിപ്രായങ്ങൾ ഇവിടെ ഈ ആയത്തിനെക്കുറിച്ച് മുൻഗാമികൾ പറഞ്ഞതായിട്ട് ഇമാം തബരി റഹ്മത്തുള്ളാഹി തഫ്സീറിലും അതുപോലെ മറ്റു മുഫസ്സിറുകളൊക്കെ ഉദ്ധരിച്ചത് കാണാം. ഒന്ന്, ദുനിയാവിൻ്റെ ജോലി കഴിഞ്ഞാൽ ആഖിറത്തിൻ്റെ ജോലിക്ക് വേണ്ടി അധ്വാനിക്കുക, അതിൽ മുഴുകുക. രണ്ടാമത്തേത് ഫറഗ്ത എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നിസ്കാരം കഴിഞ്ഞാൽ എന്നാണ്, നിസ്കാരം കഴിഞ്ഞാൽ ദുആ ചെയ്യുക. മൂന്നാമത്തേത് ജിഹാദ് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ചെയ്തിരുന്ന കാര്യമാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ശുഗ്ല്. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ശത്രുക്കളൊക്കെ വിട്ടിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക. ഈ മൂന്ന് അഭിപ്രായങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. ഇത് കൊടുത്തതിന് ശേഷം ഇമാം തബരി റഹിമഹുല്ലാഹ് പറയുന്നത് ശരി എന്താണ്? ഇതെല്ലാം പെടുമെന്നുള്ളതാണ് ശരി. കാരണം ഇവിടെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ചില ഉലമാക്കൾ ജിഹാദാണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. താബിഈങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള അസറുകൾ വന്നിട്ടുണ്ട്. സെയ്ദ് ബിൻ അസ്ലം റഹിമഹുല്ലാഹ് അദ്ദേഹം അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരുടെ ഒരു ഫിഖ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫഹ്മ് അല്ല. ഫിഖ് എന്നുള്ള വാക്കിന് അറബിയിൽ ഉള്ള അർത്ഥം എന്താണ്? ശരിക്ക് ഫഹ്മ് എന്നാണ്, ആഴത്തിലുള്ള അറിവ് എന്നാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന ഫിഖ് എന്നുള്ളത് പിന്നീട് ഉണ്ടായതാണ്. ആ അർത്ഥത്തിൽ, കർമ്മശാസ്ത്രം എന്നുള്ള അർത്ഥത്തിൽ ഫിഖ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് പിൽക്കാലത്തുണ്ടായതാണ്. അപ്പോൾ സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയൊക്കെ ആഴത്തിലുള്ള പാണ്ഡിത്യം, അവരുടെ യഥാർത്ഥ ഫിഖ് ഇത്തരം സന്ദർഭങ്ങളാണ് മനസ്സിലാകുന്നത്. സെയ്ദ് ബിൻ അസ്ലം റഹിമഹുല്ലാഹ് ഈ അഭിപ്രായം പറയാൻ കാരണം എന്താണ്? സൂറത്ത് നസ്റുമായിട്ട് ഇതിനൊരു സാമ്യമുണ്ട്. സൂറത്ത് നസ്റിൽ എന്താണ് പറഞ്ഞത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഫത്ഹ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇസ്തിഗ്ഫാറും തസ്ബീഹും ഒക്കെ ആയിട്ട് ഇബാദത്തുകൾ മുഴുകുക എന്ന് പറഞ്ഞു. അപ്പോൾ ഖുർആൻ എന്ത് ചെയ്യും? ഒരു ഭാഗത്ത് പറഞ്ഞത് മറ്റൊരു ഭാഗത്ത് വിശദീകരിക്കും. കിതാബുൻ മുതശാബിഹ് മസാനിയ തഖ്ശഇറു മിൻ ജുലൂദില്ലദീന ആമനൂ. ഖുർആൻ്റെ പ്രത്യേകത പരസ്പരം സാദൃശ്യമുള്ളതാണ്. ഒരു ഭാഗത്ത് പറയുന്ന കാര്യം തന്നെ മറ്റൊരു ഭാഗത്ത് വരും. വെറും ആവർത്തനമല്ല, ആദ്യം പറഞ്ഞതിൻ്റെ വിശദീകരണമായിരിക്കും, അല്ലെങ്കിൽ അതിൽ ചുരുക്കി പറഞ്ഞ കാര്യം ഒന്നുകൂടി വിശദമായി പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അവിടെ വിശദമായി പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുരുക്കി പറഞ്ഞതായിരിക്കും. ഇങ്ങനെ പരസ്പരം വിശദീകരിക്കും. അപ്പോൾ അവിടെ പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെയും. ഫൈദ ഫറഗ്ത ഫൻസബ് എന്ന് പറയുന്നത് ജിഹാദ് കഴിഞ്ഞാൽ ഇബാദത്തിൽ മുഴുകുക എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് സെയ്ദ് ബിൻ അസ്ലം റഹിമഹുല്ലാഹ് എന്ന് പറയുന്ന താബിഈയായ മുഫസ്സിർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആധുനിക മുഫസ്സിരീങ്ങൾപ്പെട്ട ജമാലുദ്ദീൻ അൽ ഖാസിമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇബ്നു ജരീർ തബരി പറഞ്ഞതുപോലെ എല്ലാം ഉൾപ്പെടും. അതിൽ പ്രധാനപ്പെട്ടത് ജിഹാദായിരിക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. അല്ലാഹു ആലം. അപ്പോൾ ഇതും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഫറാഗ് എന്ന് പറയുന്നത്, ഒഴിവ് സമയം എന്നുള്ളത് ഒരു മുഅ്മിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മെ നശിപ്പിക്കുന്ന കാര്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ഇന്നി ല അക്റഹു റജുല അൻ അറാഹു സബഹ്ലല. ഒരാൾ വെറുതെ ഇരിക്കുന്നത് കാണുന്നത് എനിക്ക് വെറുപ്പാണ്. ലാ ഫി ഷൈഇൻ മിൻ അമലി ദുനിയ വലാ ഫി ഷൈഇൻ മിൻ അമലിൽ ആഖിറ. ദുനിയാവിൻ്റെ കാര്യവും ചെയ്യുന്നില്ല, ആഖിറത്തിൻ്റെ പണിയും ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുന്നത് ഞാൻ വെറുക്കുന്നു. അതുപോലെ നിങ്ങൾ സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയൊക്കെ ജീവിതം നോക്കിയാൽ കാണാൻ സാധിക്കും. അവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അധ്വാനിക്കുന്നവരായിരിക്കും. ചെറിയ പ്രായത്തിൽ തന്നെ ദീനിൻ്റെ കാര്യത്തിലായാലും ദുനിയാവിൻ്റെ കാര്യത്തിലായാലും അധ്വാനിക്കുന്ന ആളുകളായിരിക്കും. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസിൻ്റെ ഹദീസ് നമുക്കറിയാം. അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ്, ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ 13-14 വയസ്സ്, അതിൽ താഴെ പ്രായമുള്ളപ്പോഴാണ് ഈ അറിയപ്പെട്ട ഹദീസ് സംഭവിക്കുന്നത്. എന്താണ്? വിവാഹം കഴിക്കുകയും ആ പ്രായത്തിൽ വിവാഹം കഴിച്ചു. എന്നിട്ട് ദിവസവും നോമ്പാണ്, അതുപോലെ തന്നെ ദിവസവും ഖുർആൻ ഖത്തം തീർക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിൽ പരാതി വരികയും 3 ദിവസത്തിൽ കുറഞ്ഞ സമയത്ത് ഖുർആൻ ഓതി തീർക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ ചെറിയ കുട്ടിയോടാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? യാ റസൂലല്ലാഹ്, ചില റിവായത്തുകൾ കാണാം, ദഅനി അതമത്തഉ ബിശബാബി, എൻ്റെ യുവത്വം ഞാൻ ആസ്വദിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്നത്. അതുപോലെ ദുനിയാവിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ജോലിയും കച്ചവടവും അധ്വാനവും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് 20 വയസ്സിൽ താഴെയാണ് പ്രായം. അതിനിടയിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ജിഹാദിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറിയപ്പെട്ട തൊലാഖിൻ്റെ ഹദീസ്, ഹൈദുള്ള സമയത്ത് തൊലാഖ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഹദീസ് ഇബ്നു ഉമറിൻ്റെ ഹദീസാണ്. അതുപോലെ തന്നെ കല്യാണം കഴിച്ചു, ഉപ്പ തൊലാഖ് ചെയ്യാൻ പറഞ്ഞു, ആരുടെ ഹദീസാണ്? ഇബ്നു ഉമറിൻ്റെ ഹദീസാണ്. അപ്പോൾ നിക്കാഹും തൊലാഖൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രായത്തിൽ. അതിന് അവർ യോഗ്യരായിരുന്നു. അതുകൊണ്ട് കഴിവില്ലാത്തവൻ ചെറിയ പ്രായത്തിൽ നിക്കാഹ് ചെയ്യണമെന്നല്ല, പക്ഷെ അതിന് യോഗ്യരായിരുന്നു. അവർ അധ്വാനിക്കുന്നവരായിരുന്നു. അവർക്ക് ഒഴിവ് സമയം ഉണ്ടായിരുന്നില്ല. ഫൈദ ഫറഗ്ത ഫൻസബ്,
അങ്ങനെ ഒഴിവുണ്ടായാൽ ഇബാദത്ത് ചെയ്യുക. ഒന്നുകിൽ ഇബാദത്ത് അല്ലെങ്കിൽ ദുനിയാവിൻ്റെ അധ്വാനം. ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ശൈത്താൻ നമ്മെ പഴിപ്പിക്കാൻ എളുപ്പമായിരിക്കും. ചില ആധാറുകൾ മുൻഗാമികൾ പറഞ്ഞത് കാണാം. ശൈത്താൻ ഒരാളെ പഴിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവന് 99 വാതിലുകൾ തുറന്നു കൊടുക്കും. 100ാമത്തെ വാതിൽ ഹറാമായിരിക്കും. ആ ഹറാമ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹലാലായ 99 വാതിലുകൾ എന്ന് പറഞ്ഞാൽ ഹലാലായ കാര്യങ്ങൾ തന്നെ. ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും, സാലിഹായ അമലുകളായിരിക്കും, പക്ഷെ അത് ഷാജിൻ്റെ കെണിയായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ വളരെ ഫാജിറുകളായിട്ടുള്ള കുറേ ആളുകളുണ്ട്, അല്ലെങ്കിൽ വെറുതെ സമയം കൊല്ലികളായിട്ടുള്ള ആളുകൾ. നമ്മോട് പറയും അവരെ പോയിട്ടൊന്ന് ഉപദേശിക്കാം. അത് നല്ലൊരു കാര്യമാണ് ഉപദേശിക്കുക എന്നുള്ളത്, അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഉപദേശിച്ചിട്ട് എന്ത് ചെയ്യും? പിന്നെ നമ്മൾ അവരോട് കമ്പനി കൂടും, സുഹബത്ത്. അവർ നമ്മുടെ കൂട്ടുകാരായി മാറും. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടുള്ള എന്താണ്? ഇസ്ബിർ നഫ്സക വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവരുടെ കൂടെ നീ ഇരിക്കുക. വലാ തഅദു ഐനാക അൻഹും, അവരെ വിട്ട് നിൻ്റെ കണ്ണ് പോലും മാറിപ്പോകരുത്. അവരെ നോക്കാതെ മറ്റുള്ള ആളുകളെ നോക്കുക പോലും ചെയ്യരുത്. ഉദ്ദേശിക്കുന്നത് എന്താണ്? സുഹബത്ത് എന്ന് പറയുന്നത് സ്വാലിഹ്യങ്ങളുമായിട്ടായിരിക്കണം. മറ്റുള്ളവരോട് ബന്ധം പാടില്ല എന്നല്ല, അവരെ സംസാരിക്കാൻ പാടില്ല എന്നോ അവരോട് ഉപദേശിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. പക്ഷേ മോശം ആളുകളുമായി സുഹബത്ത് പാടില്ല. ലാ തുസാഹിബ് ഇല്ല മുഅ്മിനൻ, ഒരു മുഅ്മിനെ അല്ലാതെ നീ സ്വാഹിബാക്കരുത്, അടുത്ത കൂട്ടുകാരനാക്കരുത്. അപ്പം അങ്ങനെ കൂട്ടുകാരൻ മോശമായാൽ എന്ത് സംഭവിക്കും? അൽമർഉ അലാ ദീനി ഖലീലിഹി, കൂട്ടുകാരൻ്റെ ദീനായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? ആദ്യം ദീനിനോടുള്ള ആവേശമൊക്കെ നഷ്ടപ്പെടും. ദീനൊക്കെ ഉണ്ടാവും, നിസ്കാരമൊക്കെ ഉണ്ടാവും, പക്ഷേ സുന്നത്തുകളൊക്കെ കുറയും. പിന്നെ പതുക്കെ പതുക്കെ ഈ 100ാമത്തെ വാതിലെത്തും, ഹറാമിലേക്കെത്തും എന്ന് ചില സലഫുകൾ പറഞ്ഞതായി കാണും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ പ്രത്യേകിച്ച് ഇക്കാലത്ത് നമുക്കറിയാം. ഇപ്പോൾ ഒഴിവ് സമയം ഉണ്ടായാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല, അവനവൻ ചിന്തിച്ചാൽ മതി. ഒഴിവ് സമയം അത് ഒരു ബിസിനസ്സാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര ഒഴിവ് സമയമുണ്ടോ അതിനനുസരിച്ച് ചില ആളുകൾക്ക് ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് വിറ്റ് നമ്മുടെ ഒഴിവ് സമയം വിറ്റിട്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ലോകത്ത്, വ്ളോഗർമാരായിട്ടും പരസ്യക്കാരായിട്ടും കമ്പനികളായിട്ടും. അപ്പോൾ ഈ ഒഴിവ് സമയം എന്നുള്ളത് അത് ബുദ്ധിപൂർവ്വം ബോധപൂർവ്വം ചിലവഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ദീന് നഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ദുനിയവിയായിട്ടും യാതൊരു ഖൈറും ഉണ്ടാവുകയില്ല. ഇത് പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഫഇദാ ഫറഗ്ത ഫൻസബ് വ ഇലാ റബ്ബിക ഫർഗബ്, നിൻ്റെ റബ്ബിനോട് നിൻ്റെ ആഗ്രഹങ്ങൾ നീ പറയുക. റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ആഗ്രഹത്തിന് റഗ്ബത്ത് എന്ന് പറയാം. വകാനു യദ്ഊനന റഗബൻ വറഹബ, അവർ എന്നെ വിളിച്ച് ദുആ ചെയ്യുമായിരുന്നു റഗബത്തോടെയും റഹബത്തോടെയും കൂടി. റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ആഗ്രഹം, റഹബത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പേടി. അപ്പോൾ അള്ളാഹുവിനോടായിരിക്കണം ആഗ്രഹങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക, ചോദിക്കുകയാണെങ്കിൽ ആവശ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുക. അപ്പോൾ ദുആയുടെ പ്രാധാന്യമാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് അല്ലേ? സൂറത്ത് ഫുർഖാനിലെ അവസാനത്തെ ആയത്ത്, ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. അപ്പോൾ ദുആ എന്ന് പറയുന്നത് എന്താണ്? ദുആ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വേണം, ദീനിയാവട്ടെ ദുനിയവിയാവട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. ആ കാര്യം നേടാൻ എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ടതിന് സാധ്യമല്ല എന്ന് ആദ്യം വിശ്വസിക്കുക. അല്ലെങ്കിൽ നമുക്കൊരു ജോലി വേണം ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ദീനിയായിട്ട് നമുക്ക് ഇസ്തിഖാമത്ത് വേണം, നമ്മുടെ മക്കൾ നന്നാവണം, ഇങ്ങനെ എന്തോ ആവട്ടെ, സ്വർഗം വേണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ അവർ പരലോകത്ത് അവരുടെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്തണം. ഇതിന് നമുക്ക് സാധ്യമല്ല, എനിക്കതിന് കഴിവില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്, അതും ഉറച്ച് വിശ്വസിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പിച്ചിട്ട് ചോദിക്കുക. അതാണ് വിശ്വാസം പറഞ്ഞത്, സലുല്ലാഹ വ അൻതും ഉദുഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടും എന്നുള്ള യഖീനോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കഴിവ്, അതിന് പണ്ഡിതന്മാർ പറയുക അൽ ബറാഅത്തു മിനൽ ഹൗലി വൽ ഖുവ്വ, നമ്മുടെ ഹൗലും ഖുവ്വത്തും നമ്മുടെ കഴിവും ശേഷിയും അതിൽ നിന്ന് ബറാഅത്ത്, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം കിട്ടും. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅഹു, മുൽത്തറായ ആൾക്ക് അള്ളാഹു ഉത്തരം നൽകും. മുൽത്തറായ അഥവാ എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നവൻ ഉത്തരം ചെയ്യാൻ അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട്? മുഫസ്സിരിങ്ങൾ അല്ലെങ്കിൽ പണ്ഡിതന്മാരൊക്കെ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പറയുന്നത് കാഫിറാണെങ്കിലും മുൽത്തറാണോ അള്ളാഹു ഉത്തരം ചെയ്യും. അത് ഖുർആനിൽ തന്നെ കാണാം. ഫൈദാ റക്കിബു ഫിൽ ഫുൽക്കി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി
ഇദാഹും യുശ്രിക്കൂൻ. കടലിൽ അവർ തിരമാലയിൽപ്പെട്ട് അപകടത്തിൽപ്പെടാറായാൽ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ച് ദുആ ചെയ്യും. അതാണ് മുൽത്തറിൻ്റെ ദുആ എന്ന് പറയുന്നത്. മരിക്കാൻ പോവുകയാണ്, സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ അള്ളാഹുവിനെ മാത്രം അവർ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും? ഫൈദാ നജ്ജാഹും മിനൽ ബർരി, അള്ളാഹു അവരെ രക്ഷിച്ചാൽ ഇദാഹും യുശ്രിക്കൂൻ, അവർ ശിർക്ക് ചെയ്യും. അപ്പോൾ അവിടെ അള്ളാഹു അവരെ രക്ഷിക്കുന്നു. അപ്പോൾ അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി, അതുപോലെ തന്നെ അള്ളാഹുവിന് മാത്രമേ ഈ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതാണ് വ ഇലാ റബ്ബിക ഫർഗബ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി. ആ വിഷയത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫർദ് നമസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുക എന്നുള്ളത് അത് അനുവദിച്ച ധാരാളം പണ്ഡിതന്മാരുണ്ട് മുൻഗാമികളുടെ കൂട്ടത്തിൽ. അതുപോലെ തെളിവുകളുണ്ട് ഹദീസുകളിൽ. നമ്മൾ അദ്കാറു സല എന്ന് പറയുന്ന ദിക്റുകളിൽ തന്നെ ചിലത് ദുആകളാണ്. ചില ഹദീസുകൾ അതിൻ്റെ സിഹത്തിനെ കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ സ്വഹീഹായ, സംശയമില്ലാത്ത വിധം സ്വഹീഹായ ദിക്റുകൾ തന്നെയുണ്ട്, ദുആ ആയിട്ടുള്ള, അഥവാ അള്ളാഹുവിനോട് ചോദിക്കുന്ന രൂപത്തിലുള്ള ദിക്റുകൾ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. ആ ഹദീസിനെ കുറിച്ച് സ്വഹീഹാണോ ദഈഫാണോ അഭിപ്രായ വ്യത്യാസമുണ്ട് ഫജ്ർ നമസ്കാരത്തിന് ശേഷം. പക്ഷേ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഹദീസിൻ്റെ ലഫ്ലുകൾ ഓർമ്മയില്ല, പക്ഷെ ദുആ ആയിട്ടുള്ള ചില ദിക്റുകൾ, അള്ളാഹുവിനോട് ചോദിക്കുന്ന രൂപത്തിലുള്ള ദിക്റുകൾ സഹിഹായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാം. ധാരാളം ഇമാമിങ്ങൾ ഈ അഭിപ്രായക്കാരാണ്. ഫർദ് നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാം. കൈ ഉയർത്തുന്നതായി പ്രത്യേകം തെളിവ് വന്നിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയതായിട്ട് പ്രത്യേകം തെളിവില്ല. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പല ആളുകളും ഈ വിഷയം നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദുആ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്തിരുന്ന കാലത്ത് സ്ഥിരമായിട്ട് ദുആ ചെയ്യും, പിന്നീട് ദുആ ഇല്ല. ഇതൊരു ബിദഅത്തല്ല നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക എന്നുള്ളത്. ശരിയാണ്, ചില പണ്ഡിതന്മാർ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പ്രത്യേകം തെളിവുണ്ട്. അനുവദിച്ച ആളുകൾ ഇമാമിയങ്ങളാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതുപോലെയുള്ള ധാരാളം ഇമാമിയങ്ങൾ ഇത് അനുവദിച്ച ആളുകളാണ്. അവർക്ക് തെളിവുണ്ട്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഹദീസ് പറയാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഹദീസുകൾ തന്നെയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നതായി, ഇന്ന ദുആ ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് അദ്കാറു സ്വല എന്നാണ് നമ്മളതിനെക്കുറിച്ച് പറയുന്നതെങ്കിലും അത് ദുആയാണ്. അപ്പോൾ അതുപോലെ മറ്റു ദുആകളും ചെയ്യാം എന്നാണ് ഈ ഇമാമിയങ്ങളെല്ലാം പറയുന്നത്. ധാരാളം കണക്കിന് ഇമാമിയങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആരൊക്കെയാണെന്നും ഹദീസുകളും അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. അപ്പോൾ ഈ സൂറത്തിൻ്റെ ആശയം ഇത്രയുമാണ്. അല്ലാഹു തആല പ്രധാനപ്പെട്ട ചില അനുഗ്രഹങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എടുത്തു പറഞ്ഞു. ഈ രണ്ട് സൂറത്ത് തമ്മിലുള്ള സൂക്ഷ്മമായൊരു വ്യത്യാസം ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, രണ്ടിലും അള്ളാഹു നബിക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ആദ്യത്തെ സൂറത്തിൽ പറയുന്നത് ഉസൂലുൻ നിഅം, അള്ളാഹുവിൻ്റെ നിഅമത്തുകളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. യത്തീമായതിനു ശേഷം അഭയം നൽകി, അതുപോലെ തന്നെ ഹിദായത്ത് നൽകി, വഹി നൽകി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. പക്ഷേ ഈ സൂറത്തിൽ ഹൃദയവിശാലത, അതുപോലെ തന്നെ പാപങ്ങൾ പൂർണ്ണമായി പുറത്തു കൊടുത്തു. അതുപോലെ തന്നെ പാപങ്ങൾ പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ വരാനിരിക്കുന്ന അടക്കം എല്ലാം പുറത്തു കൊടുത്തു എന്നുള്ളതാണ്. അതുപോലെ പ്രശസ്തി, ഇതൊക്കെ താരതമ്യേന എന്താണ് പൂർണ്ണതയാണ്. അടിസ്ഥാനപരം എന്ന് പറയാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ സൂറത്ത് ദുഹയിൽ പറഞ്ഞതിനെ അപേക്ഷിച്ച് പൂർണ്ണതയായിട്ടുള്ള കാര്യങ്ങളാണ്, അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കിയതോടുകൂടി എന്ന് ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്ത് അവസാനിപ്പിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് സൂറത്ത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്ത് ഞാൻ സൂറത്ത് തീന് കൂടി എന്ന് വിശദീകരിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സമയം, അടുത്ത ക്ലാസ് എടുക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഈ സൂറത്ത് നമുക്ക് വായിക്കാം, പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ നിഅമത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൊടുത്ത നിഅമത്തുകൾ എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ നമ്മുടെ മത്ബൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ഒരു മത്ബൂ, ഒരു നേതാവിനുള്ള ഗുണങ്ങളൊക്കെ അയാളെ പിന്തുടരുന്ന ആളുകൾക്കും ഒരളവ് വരെ കിട്ടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടരുക എന്നുള്ളതാണ് ഇത് കിട്ടാനുള്ള മാർഗം. ഈ ഹൃദയവിശാലതയും അതുപോലെ തന്നെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരിക എന്നുള്ളതും, അതുപോലെ നല്ല പ്രശസ്തി, നല്ല ആളുകൾക്കിടയിൽ ഉള്ള പ്രശസ്തി, അതിനൊക്കെയുള്ള മാർഗ്ഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടരുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.